നമസ്കാരം. കാടിളക്കിയുള്ള പ്രചാരണ കോലാഹലങ്ങൾക്കൊടുവിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നു. 7 ജില്ലകളിലെ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. കൂട്ടലും കിഴിക്കലുമായിട്ട് ഇനി 2-3 ദിവസം. ശനിയാഴ്ച ഡിസംബർ 13 നമുക്കറിയാം കേരളം എങ്ങോട്ടേക്കാണ് എന്ന്. ജനം കൃത്യമായിട്ട് വിധി എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കണക്കുകളിലേക്ക് അല്ല പോകുന്നത്. നമുക്ക് തിരുവനന്തപുരം നഗരസഭ എങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടർമാർ പ്രതികരിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. തിരുവനന്തപുരം നഗരസഭയ്ക്ക് 101 വാർഡുകളുണ്ട്. 101 വാർഡുകളിലും കൂടി ഏതാണ്ട് 58 ചില്ലറ, അവസാന കണക്കുകളിൽ ചെറിയ വ്യത്യാസം വരും, 59% എന്ന് കൂട്ടാം നമുക്ക്. ഇന്നലെ രാത്രി 8 മണിക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ചാണ് ഈ 58 ചില്ലറ പറയുന്നത്. അത് 59 നമുക്ക് റൗണ്ട് ചെയ്യാം. 59% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു വലിയ കൂടുതലാണ് എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ തീരെ കുറവാണെന്നും പറയാൻ കഴിയില്ല. ഈ 59% തന്നെയാണ് കഴിഞ്ഞ ടേമിലും, അതായത് 2020 പോൾ ചെയ്യപ്പെട്ടത്. അതിൽ നിന്ന് വലിയ വർധനവൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള വർധന പോളിങ്ങിൽ സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഇത് ആർക്ക് അനുകൂലമാകും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മൾ വോട്ടെടുപ്പിന് മുമ്പ് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു. LDFൻ്റെയും UDFൻ്റെയും NDAയുടെയും സാധ്യതകളെക്കുറിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ നടന്നു. ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഈ 59% ആർക്ക് അനുകൂലമാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എൻ്റെ നോട്ടത്തിൽ അത് ഇടതുപക്ഷത്തിന് ഒരു ചെറിയ മേൽക്കൈ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ LDF നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിച്ചു വരാനാണ് സാധ്യത. പോളിംഗ് ശതമാനം വളരെ കൂടിയാൽ അത് എപ്പോഴും ഇടതുപക്ഷത്തിന് എതിരായ ഒരു വിധിയെഴുത്തിലേക്ക് ചെന്നെത്താറാണ് പതിവ്. അത് ഇടതുപക്ഷത്തിന് എതിരായ വിധിയെഴുത്ത് എന്ന് പറയുമ്പോൾ അത് UDFനും അനുകൂലമാകാം, BJP NDA മുന്നണിക്ക് നേതൃത്വം നൽകുന്ന BJPക്കും അനുകൂലമാകാം. BJP പ്രത്യേകിച്ചും ഒരു നഗര കേന്ദ്രീകൃത പാർട്ടിയാണ് എന്ന് നമുക്ക് ഏതാണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വളരെ പണ്ട് മുതലേ BJPക്ക് നഗരങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. BJP നഗരങ്ങളിൽ നിന്നാണ് വിജയിച്ചു വരിക കൂടുതലും. എന്തായാലും ഇടതുപക്ഷ വിരുദ്ധ അല്ലെങ്കിൽ ഇടത് വിരുദ്ധ ഒരു തരംഗമാണ് പോളിംഗ് ശതമാനം കൂടുമ്പോൾ സംഭവിക്കുന്നത് എന്ന് ആ ഒരു വിലയിരുത്തൽ ഇതുവരെ തെറ്റിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ പോളിംഗ് ശതമാനം അത്ര കണ്ട് കൂടിയിട്ടുമില്ല, എന്നാൽ അങ്ങ് കുറഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിനൊരു നേരിയ ഭൂരിപക്ഷം കിട്ടാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന്. എന്തായാലും അതിന് വെല്ലുവിളിയായ മറ്റു ചില വിലയിരുത്തലുകൾ, വിവരങ്ങൾ ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ പങ്കുവെക്കാം. ഈ പറയുന്നത് പോലെ തിരുവനന്തപുരം നഗരസഭയിൽ 101 വാർഡുകളാണ് ഉള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കേവല ഭൂരിപക്ഷത്തിന് 52 സീറ്റുകളിൽ വിജയിക്കണം. ഇടതുപക്ഷം ഈ 52 സീറ്റുകളിൽ വിജയിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവിടെ വലിയ വെല്ലുവിളികൾ ഇടതുപക്ഷത്തിന് നേരെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ സമീപകാല സംഭവങ്ങൾ അത് ഇടതുപക്ഷത്തിന് എതിരായ വികാരം ജനങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങൾ, ഉദാഹരണത്തിന് നഗരങ്ങളിലും നഗരപ്രദേശങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും അതുപോലെ പഞ്ചായത്തുകളിലും ഗൃഹനിർമ്മാണത്തിന്, വീട് വയ്ക്കുന്നതിന് കൊണ്ടുവന്ന അതിലെ ഫീസ്, പെർമിറ്റ് അനുവദിക്കുന്നതിലുള്ള ഫീസ് വർധന, അതുപോലെ വീട് നമ്പർ കിട്ടുന്നതിനുള്ള ഫീസിൻ്റെ വർധന,
ഇതൊക്കെ ജനങ്ങളെ സത്യത്തിൽ ഇടതുമുന്നണിക്ക് എതിരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചില വെല്ലുവിളികൾ ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. അത് മൊത്തത്തിലുള്ള, അതായത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇത്തരം കാര്യങ്ങളിലുള്ള ഫീസ് വർധന മാത്രമല്ല, ഇന്നിപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വിലക്കയറ്റം, കുടിവെള്ളക്ഷാമം, സുരക്ഷാ പ്രശ്നങ്ങൾ, നാട്ടിൽ ക്രമസമാധാന നില തകർച്ച ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി സംഭവങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന് വ്യക്തമാണ്, തീർച്ചയാണ്. ഇതുകൂടാതെ കഴിഞ്ഞ നഗരസഭാ ഭരണം തിരുവനന്തപുരത്തിൻ്റെ, ഞാനിപ്പം നേരത്തെ പറഞ്ഞ കാര്യം പൂർണ്ണമായും കേരളത്തിലെമ്പാടും നിലകൊള്ളുന്നൊരു കാര്യമാണ്. അതിൻ്റെ അനുരണനങ്ങൾ തിരുവനന്തപുരം നഗരസഭയിലും ഉണ്ടാകും. തിരുവനന്തപുരം നഗരസഭയെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്ന്, കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണമാണ്. വളരെ പരാജയപ്പെട്ട കുത്തഴിഞ്ഞ ഒരു ഭരണമാണ് കഴിഞ്ഞ 5 വർഷവും നഗരസഭ കാഴ്ചവെച്ചത് എന്ന പ്രതിപക്ഷ ആരോപണം. ശ്രദ്ധിക്കണം, ഇവിടെ പ്രതിപക്ഷം BJP ആണ്, UDF അല്ല. UDF കേവലം 10 സീറ്റുകളിൽ മാത്രം ജയിച്ച് 3ാം കക്ഷിയായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 5 വർഷം തിരുവനന്തപുരം നഗരസഭയിൽ നമ്മൾ കണ്ടത്. അവിടെ മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ റോള് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ടേമിലും അതിനു മുമ്പ് 2015 മുതൽ 2020 വരെയും നിർവഹിച്ചത് BJP ആണ്, അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുത്തഴിഞ്ഞ, ഒരു പിടിപ്പുകെട്ട നഗരഭരണം എന്ന ആരോപണം BJPയുടെ ഭാഗത്തുനിന്നാണ് ഉയർന്നിരിക്കുന്നത്. കോൺഗ്രസും കുറേയൊക്കെ അതിനെ ശരിവയ്ക്കുന്നു. അവർ തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുറത്തേക്ക് തിരുവനന്തപുരം ജില്ലയും കേരളം മൊത്തത്തിലും അവർ ആ ആക്ഷേപവും ആരോപണവും അവരും ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് BJP ഇങ്ങനെ പറയുന്നു, അത് എത്രത്തോളം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ 5 വർഷം തിരുവനന്തപുരം നഗരത്തിൽ മേയറായി കടമ നിർവഹിച്ചിരുന്ന ആര്യ രാജേന്ദ്രൻ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെങ്ങും ഒരിടത്തും ദൃശ്യമായിരുന്നില്ല. ഇടതുപക്ഷം ഒരു സ്ഥലത്ത് പോലും, ഒരു വാർഡിൽ പോലും, അവർ മത്സരിച്ച് ജയിച്ച വാർഡിൽ പോലും ആര്യ രാജേന്ദ്രൻ്റെ മുഖം പ്രദർശിപ്പിക്കാൻ അവർ തയ്യാറായില്ല. ഒരു പോസ്റ്ററിൽ പോലും ആര്യ രാജേന്ദ്രൻ്റെ പടം ആരും കണ്ടിട്ടില്ല. നേരെ മറിച്ച് മുൻ മേയറായിരുന്ന VK പ്രശാന്തിൻ്റെ പടം പോലും പലയിടത്തും കണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ലോക്കൽ നേതാക്കൾ വരെ ഉള്ളവരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ്റെ ചിത്രം ഇടതുപക്ഷം വച്ചില്ല എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ആര്യ രാജേന്ദ്രൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചാൽ വലിയ തിരിച്ചടിയായിരിക്കും എന്ന് LDF ഭയപ്പെടുന്നുണ്ട്, CPM ഭയപ്പെടുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് അതിലെ നെഗറ്റിവിറ്റി തിരിച്ചറിഞ്ഞിട്ടാണ് CPM ആര്യ രാജേന്ദ്രനെ പരിപൂർണമായിട്ടും ഒഴിവാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒരിടത്തും ആര്യയുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. ആര്യയോട് പരിപൂർണമായിട്ടും നഗരത്തിൽ നിന്നും മാറി നിൽക്കാനായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശം. ഒരു പക്ഷേ നേതാക്കളൊന്നും അത് തുറന്ന് സമ്മതിക്കില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ ആര്യ മാറി നിന്നു എന്നൊക്കെയായിരിക്കും അവർ അതിന് നൽകുന്ന വിശദീകരണം. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കറിയാം, ആര്യ രാജേന്ദ്രൻ്റെ മുഖം കണ്ടാൽ ജനം മറിച്ചു കുത്തും എന്ന ഭയം CPMനെ പിടികൂടിയിരിക്കുന്നു എന്ന് നമുക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ സമർത്ഥമായിട്ട് ആര്യ രാജേന്ദ്രനെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എവിടെയും കടന്നു വരാതെ മാറ്റി നിർത്തിയത്. ഇത് കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണം തികഞ്ഞ പരാജയമായിരുന്നു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഈ സമ്മതം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കൂടി അനുമാനിക്കണം. അങ്ങനെയെങ്കിൽ ഈ നേരിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്ന് നമ്മൾ ധരിക്കുന്നതിൽ ഒരു ചെറിയ പിശകുണ്ട്. ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് അതൊരു തിരിച്ചടിയായേക്കാം എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം. ഞാൻ ആദ്യമേ പറഞ്ഞു 52 സീറ്റുകൾ ഉണ്ടെങ്കിലേ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 53 സീറ്റുകൾ ഉണ്ടായിരുന്നു LDFന് എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ
ഇക്കുറി ഈ 52ലേക്ക് എത്താൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. ഒരു പക്ഷേ LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയേക്കാം. 50-ൽ താഴെ സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനുള്ള സാധ്യതയുണ്ട്. അത് CPM എന്ന പാർട്ടിയുടെ മെഷീനറി, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു മെഷീനറി ഉണ്ട്. ആ മെഷീനറി കൊണ്ടാണ്, പോരാത്തതിന് ഡീലിമിറ്റേഷനിലൂടെ ഇതെല്ലാം, ഈ വാർഡുകളെല്ലാം തലങ്ങും വിലങ്ങും വെട്ടിമുറിച്ച് പുനർനിർണയം നടത്തിയിരിക്കുന്നു അവർക്ക് അനുകൂലമായി. ഇത് എതിർ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ആരോപിക്കുന്നത്, ജനങ്ങൾക്കും ഇക്കാര്യം കുറേയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ പലയിടത്തും നേരിയ ഭൂരിപക്ഷത്തിന്, ഒരു പക്ഷേ വിരലിൽ എണ്ണാവുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 2015-ൽ 5-ലധികം വാർഡുകളിൽ CPM ജയിച്ചിട്ടുണ്ട്. അത് ഇവിടെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ തരത്തിലാണ് അവർ വാർഡുകളുടെ പുനർനിർണയം നടത്തിയിരിക്കുന്നത്. ഇനി മുഖ്യ പ്രതിപക്ഷമായ BJPയുടെ കാര്യത്തിലേക്ക് വരാം. BJP വളരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതിന് കാരണം പാർട്ടിയുടെ പുറകിൽ RSS എന്നൊരു കേഡർ സംഘടനയുണ്ട്, അവരുടെ അണികളുണ്ട്, അവരുടെ സംഘടനാ സംവിധാനമുണ്ട്. അതാണ് നാട്ടിലെമ്പാടും ഈ 101 വാർഡുകളിലും കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ BJPയെ സഹായിച്ചത്. എന്നാൽ ഒരു നഗരസഭാ ഭരണത്തിൽ പ്രതിപക്ഷത്തിൻ്റെ റോള് കൃത്യമായി BJP നിർവഹിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ നിർവഹണത്തിൻ്റെ ഫലമായിട്ട് BJPക്ക് ഭൂരിപക്ഷം കിട്ടേണ്ടതല്ലേ എന്നൊരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. അവിടെ BJP കൃത്യമായൊരു പ്രതിപക്ഷത്തിൻ്റെ റോൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് തീർച്ചയായിട്ടും ഭൂരിപക്ഷം കിട്ടേണ്ടതാണ് എന്ന ഉത്തരമാണ് നമുക്ക് ഉള്ളത്. പക്ഷേ BJP അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. നഗരസഭാ ഭരണം കുത്തഴിഞ്ഞ് തകർന്ന് തരിപ്പണമായി, അഴിമതിയും തട്ടിപ്പും നികുതി വെട്ടിപ്പും വരെ അതിനുള്ളിൽ നടന്നു. പക്ഷേ എവിടെ പോയി BJPയുടെ പ്രക്ഷോഭം, BJPയുടെ പ്രതിഷേധം, BJP ആവിഷ്കരിച്ച സമരപരിപാടികൾ? ഇതൊക്കെ ഈ നഗരസഭയിൽ വ്യക്തമായ മേൽക്കൈ BJPക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വേണ്ട വിധത്തിൽ പരിസമാപ്തിയിലെത്തിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തൽ പൊതുവെ മാധ്യമങ്ങളും ജനങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ ഇടതുപക്ഷത്തിൻ്റെ തൊട്ടുപുറകിൽ BJP എത്തുകയോ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനേക്കാൾ കുറച്ച് മുന്നിൽ, ഒരല്പം മുന്നിൽ, 1, 2, 3 സീറ്റുകൾക്ക് മുന്നിൽ BJP എത്തി നിൽക്കാനോ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ, കഴിഞ്ഞ ടേമിലെ പോലെ തന്നെ 35 സീറ്റ് 35± എന്നൊരവസ്ഥയിൽ പതിവ് പോലെ ഫിനിഷ് ചെയ്യാനാണ് സാധ്യത. BJP ഒറ്റയ്ക്ക് ഒരു വലിയ ഒറ്റക്കക്ഷിയായി മാറാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ പോളിംഗ് ശതമാനം 59-ൽ തന്നെ വന്ന് നിന്നതുകൊണ്ട് മറിച്ച് ഒരു വിധിയെഴുത്തുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. BJP നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി, നല്ല രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി, ഒക്കെ ശരിയാണ്. അതെല്ലാം അതിനെ ഒന്നും കുറച്ച് കണ്ടുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. അവിടെ BJPക്ക് സെറ്റ് ബാക്ക് അല്ല, പക്ഷേ വേണ്ട വിധത്തിൽ മുന്നേറാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയമായി CPMനെ രാഷ്ട്രീയമായി നേരിടുന്നതിൽ BJP എത്ര കണ്ട് വിജയിച്ചു എന്ന് നമുക്ക് ഡിസംബർ 13-ന് പറയാം. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷത്തെ BJPയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മാർഗിടൽ, ഒരു പ്രോഗ്രസ് കാർഡ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയേണ്ടിയിരിക്കുന്നു. UDFൻ്റെ കാര്യമെടുത്താൽ, UDF മികച്ച സ്ഥാനാർത്ഥികളുമായിട്ട് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണയം നടത്തി വാർഡുകളിലേക്ക് ഇറങ്ങി. മുന്നോട്ട് പോകുന്തോറും കോൺഗ്രസിൻ്റെ ദൗർബല്യം, അവരുടെ ദയനീയ അവസ്ഥ കൂടുതൽ തെളിയുകയായിരുന്നു. വാർഡുകളിൽ പ്രവർത്തിക്കാൻ അണികളില്ല, മാൻ പവർ വളരെ കുറവായിരുന്നു.
അവർക്ക് പണം വളരെ കുറവായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താനും അവർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണയം നടത്തി വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങി എന്നുള്ളത് അവരുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. അതെല്ലാം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഇടത് വിരുദ്ധ മനോഭാവം തിരുവനന്തപുരത്തെ വോട്ടർമാരിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അങ്ങനെ ഒരു അടിയൊഴുക്ക് കോൺഗ്രസ്സിന് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ UDF സ്ഥിതി മെച്ചപ്പെടുത്തിയേക്കും കഴിഞ്ഞ തവണത്തേക്കാൾ. അതിനപ്പുറത്തേക്ക് ഒരു ഭരണം പിടിക്കാൻ തക്കവണ്ണമുള്ളൊരു നേട്ടം കോൺഗ്രസ്സിനുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രവർത്തനം നഗരസഭയിൽ വളരെ ശുഷ്കമായിരുന്നു. അത് ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വോട്ടർമാരൊന്നും മോശക്കാരല്ല. അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും അപഗ്രഥിക്കാനും വിലയിരുത്താനും വിശകലനം ചെയ്യാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത് വളരെ കൃത്യമായിട്ട് നിർവഹിക്കുമെന്ന് നമുക്ക് കരുതാം. മറ്റൊരു കാര്യം, LDFനെ സംബന്ധിച്ചിടത്തോളം ഓരോ വാർഡിൻ്റെയും സ്വഭാവമനുസരിച്ച് ആ വാർഡിൽ ഏറ്റവും അനുയോജ്യയായ സ്ഥാനാർത്ഥിയെ നിയോഗിക്കാൻ അവർക്കുള്ള കഴിവ് സുവിദിതമാണ്. ഏറെക്കുറെ BJPയും അക്കാര്യത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഏതാനും ചില വാർഡുകളിൽ ഒഴിച്ചാൽ BJP കൃത്യമായിട്ടും ജനകീയ മുഖമുള്ള ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പുതുമുഖങ്ങളെയാണ് പരീക്ഷിച്ചിരിക്കുന്നത്. BJPയും CPMും പുതുമുഖങ്ങൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു പുതുമുഖങ്ങളെ ഏറ്റവും നന്നായി രംഗത്തിറക്കിയത് കോൺഗ്രസ് ആയിരിക്കണം, UDF ആയിരിക്കണം. അത് അവർക്കൊരു പ്ലസ് പോയിൻ്റാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം വിജയിക്കും, ഭരണം പിടിക്കും എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഞാൻ ഈ 3 മുന്നണികളുടെയും ഇപ്പോഴത്തെ ഒരു നില, ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ചുകൊണ്ടുള്ള, പോളിംഗ് ശതമാനം വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഡിസംബർ 13 നമുക്ക് പെട്ടി പൊട്ടിക്കുമ്പോൾ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ആരാണ് നഗരസഭാ ഭരണം പിടിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. അത് LDF നിലനിർത്തുമോ തുടരുമോ, അതോ BJP ഒരു അട്ടിമറി വിജയം അവിടെ നേടുമോ, UDF കഴിഞ്ഞ തവണത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്തുമോ, അവർ ഈ പറയുന്നത് പോലെ ഒരു നിർണായക ശക്തിയായി മാറുമോ, അതായത് നഗരസഭ ആര് ഭരിക്കണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന വിധത്തിലൊരു തൂക്കുസഭ ഉണ്ടായാൽ നിർണായക ശക്തിയായി UDF അവിടെ മാറുമോ എന്ന ഒരു ചോദ്യം ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരം ഡിസംബർ 13 ശനിയാഴ്ച ഏതാണ്ട് ഉച്ചയോടെ ഒരു 12 മണിയാകുമ്പോഴേക്കും നമുക്കറിയാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.